ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് വിക്രമിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള വീരധീര സൂരൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ട്രെയിലർ മിനിങ്ങാന്ന് റിലീസായി. ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കറണ്ട് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു. ആകെ വട്ടായി പ്രാന്തായി പോയൊരു ദിവസങ്ങളിലൊന്നായിരുന്നു ഇന്നലത്തെ. സോ എന്തായാലും ആ ഒരു ട്രെയിലർ കണ്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. SU അരുൺകുമാറാണ് ഡയറക്ടർ. അങ്ങേരുടെ ചിത്തയാണ് ഏറ്റവും കൂടുതൽ നോട്ടബിൾ ആയിട്ടുള്ളൊരു വർക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സേതുപതി ഉണ്ട്, സിന്ധുബാദ് ഉണ്ട്. പിന്നെ 2014 അങ്ങേരുടെ ഒരു ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. എന്തൊക്കെ അവാർഡുകളൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നേ ഒരു 2-3 ഷോർട്ട് ഫിലിംസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിത്ത എന്ന് പറയുന്ന സിനിമ കണ്ടതിനെ തന്നെ അങ്ങേരുടെ ആ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്കുള്ള ആ ഒരു പെർഫോമൻസ് ലെവൽ എന്താണെന്നുള്ളത് ആ ഒരു പടം കണ്ടതിനെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എന്തായാലും വിക്രത്തിൻ്റെ ഒപ്പം കോമ്പിനേഷൻ വരുന്ന സമയത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. സോ എന്തായാലും ആ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. 1:46 ഉണ്ട്. ഫുള്ള് രാത്രി വേഗം തരണം. 10-15 പേരുണ്ട്. റിസ്ക്കാണ്. വലിയൊരു ഫെസ്റ്റിവൽ സമയമാണ്. സൂര്യ, സുരാജ്, കാലേ, ഓ മാൻ, ഹൈ പോയിന്റിലൊന്നായിരിക്കും സംഭവം ഈ ഒരു സാധനം. ലോക്കൽ ഐറ്റം. യോ കട്ട ലോക്കൽ ഐറ്റം ഉണ്ടോ? ഈ പാർട്ട് 2 ആണ് അല്ലേ? SU അരുൺകുമാർ പിക്ചർ 27 മാർച്ച്. ഈ ഒരു സംഭവം 27 മാർച്ചിനാണ് റിലീസ് ചെയ്യണത്. സോ എന്തായാലും എമ്പുരാനാണ് ആദ്യം കാണുന്നത്. ഒരു 100% ഉറപ്പാണ്. എമ്പുരാൻ ഞാൻ 2 തവണ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങളുടെ അവിടെ രാത്രി തളിക്കുളം കാർത്തികയിൽ എന്തായാലും പോയി കാണുന്നുണ്ട് രാത്രി 8:30 ഷോയ്ക്ക്. കാരണം തളിക്കുളം കാർത്തിക പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് പോയിട്ടില്ലാണ്ടെങ്കിൽ നമ്മൾ തിയേറ്റർ പ്രേമികൾക്ക് അതൊരു എന്താ പറയുക നഷ്ടമാണ്. സോ എന്തായാലും 27-ാം തീയതി എന്തായാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 28-ാം തീയതി എന്തായാലും വീരസൂരൻ എന്തായാലും കാണും. ഈ ഒരു സിനിമ കാണാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിക്രം ഈ പറയുന്ന ഡയറക്ടർ സാറുമാണ്. അരുൺകുമാർ എന്ന് പറയുന്ന ആളാണ്. വിക്രമിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. കാരണം ഒരു കൊമേർഷ്യൽ തിയേറ്റർ വിന്ന് കിട്ടിയിട്ട് ഒരുപാട് കാലമായി. എനിക്ക് തോന്നുന്നു ഒരു പക്ക ലോക്കൽ ഐറ്റം വന്നിട്ട് കുറച്ചായി തോന്നുന്നു. ഇതിന് മുമ്പ് ഇറങ്ങിയത് അങ്ങനത്തെ ഒരു സാധനം സ്കെച്ചാണ്. സ്കെച്ച് ഒരു ആവറേജ് ഹിറ്റായിരുന്നു തോന്നുന്നു. ഇതിലെന്തോ ഒരു കണ്ടന്റ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു ഒറ്റ നൈറ്റിൽ നടക്കുന്നൊരു സംഭവമാണ്. ഒറ്റ നൈറ്റിൽ നടക്കുന്ന സംഭവം അതിനേക്കാൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയത് ഇത് പാർട്ട് 2 എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പാർട്ട് 1? പാർട്ട് 1 കാണിക്കാണ്ട് പാർട്ട് 2 കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിലറിനകത്തൊരു സംഭവം ചോദിക്കുന്നുണ്ട്. നിനക്ക് ആ കാര്യം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് വിക്രമിൻ്റെ ക്യാരക്ടറായിട്ടുള്ള കാലിയെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ, വേറെ ഒരാളെയും കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ്റെ ഇതിന് മുന്നത്തെ സംഭവം നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മേ ബി ആ ഒരു സംഭവമൊക്കെ ആയിരിക്കും ഫസ്റ്റ് പാർട്ടിനകത്ത് ഉണ്ടാവുക. ഒരു ബിൽഡപ്പ് പരിപാടിയൊക്കെ ആയിരിക്കും. അതിൽ കുറച്ചും കൂടി മാസ് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് കുറച്ചും കൂടി ക്ലാസ് ആയിട്ടുള്ള സാധനങ്ങളും പ്ലസ് മാസ് എലിവേഷൻ സീൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ രാത്രി നടക്കുന്ന കഥയായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി വിക്രം, അതുപോലെ തന്നെ SJ സൂര്യ, അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം മുത്തുമണി സുരാജ് വെഞ്ഞാറമൂടി ഈ ഒരു സിനിമയ്ക്കകത്ത് ആളുടെ ആദ്യത്തെ തമിഴ് പടമാണ്. ആള് സ്റ്റേജിനകത്ത് നേറി പ്രസംഗിക്കണമൊക്കെ കണ്ടു തമിഴ്. പക്ഷെ കുറേയൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ മൂപ്പര്. ഈ സിനിമയ്ക്കകത്ത് എത്രത്തോളം നല്ല രീതിയിൽ ഡബ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ആളാണോ ഡബ് ചെയ്തിരിക്കുന്നത്, അത് വേറെ ആരെങ്കിലും ആണോ തമിഴ് ചെയ്തിരിക്കണെന്നുള്ളത് അറിയില്ല. അതൊക്കെ സിനിമ വരുമ്പോൾ നമുക്കറിയാം. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ജി വി പ്രകാശിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കാനാണ് സാധ്യത. കാരണം ട്രെയിലറിനകത്തും അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്.
ജയപ്രകാശിൻ്റെ ഒന്നും തന്നെ അങ്ങനെ മോശമാവാറില്ല. ആ പടത്തിന് എന്താണ് വേണ്ടത് അതിന് മുകളിൽ നിൽക്കുന്നൊരു സാധനം 95% മൂപ്പര് കൊടുക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല തറ ലോക്കൽ പരിപാടിയാണ്. അപ്പം എന്തായാലും മൂപ്പര് അടിച്ച് പൊളിക്കുന്നുള്ളത് ഉറപ്പാണ്. കണ്ടിട്ട് എനിക്ക് പാട്ടുകളൊന്നും ഇട്ട് മെഴുകാനുള്ള സ്കോപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു പടത്തിനകത്ത്. കാരണം വൺ നൈറ്റ് സ്റ്റോറി ആയതുകൊണ്ട് പാട്ടുകളുടെയൊക്കെ സാധ്യത വളരെ കുറവാണ്. എങ്ങാനും ഒരു ഇമോഷണൽ സോങ് എങ്ങാനും അവിടെ ഇവിടെയൊക്കെ കണ്ടാലായി എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു റണ്ണിങ് ടൈമൊക്കെ കുറവ് തന്നെയായിരിക്കും ഈ ഒരു സിനിമയെ സംബന്ധിച്ച്. 2 മണിക്കൂറും ചോട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ ഒരു സിനിമയുടെ ആ ഒരു ഹൈക്ക് അനുസരിച്ചിരിക്കും ഇതിൻ്റെ പാർട്ട് 1ൻ്റെ റിലീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഷൂട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നേ ഉണ്ടാവുള്ളൂ. അത്രയും നല്ല റിപ്പോർട്ടുകൾ കിട്ടിയാൽ മാത്രമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വിക്രമിൻ്റെ ഒരു പടം നേരെ ചൊവ്വേ നല്ലൊരു സക്സസ് എന്ന നിലയ്ക്ക് എത്തുള്ളൂ. അതും പോരാതെ എമ്പുരാൻ്റെ ഒപ്പൊക്കെയാണ് റിലീസ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നിന്ന് 1 രൂപ പോലും കിട്ടും തോന്നുന്നില്ല 27-ാം തീയതി റിലീസിന്. ചിലപ്പോൾ എങ്ങാനും എമ്പുരാന് ടിക്കറ്റ് കിട്ടാതെ ഇവരെങ്ങാനും കയറി കണ്ടു എന്നുള്ളതല്ലാതെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം എമ്പുരാൻ കാണും, എന്നിട്ട് ധീര സൂര്യൻ കാണും. സോ എന്തായാലും ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.